വെൽക്കം ടു കുക്ക് വിത്ത് റിനി. ഇന്ന് നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്മൂത്തി റെസിപ്പിയാണ് ഓട്സ് ബനാന ഡേറ്റ്സ് സ്മൂത്തി. നമുക്ക് സമയക്കുറവുള്ളപ്പോഴൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നും, അതായത് ഓട്സ് ആകട്ടെ, പഴം ആയിക്കോട്ടെ, ഡേറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ സ്മൂത്തി തയ്യാറാക്കുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുമ്പ് തന്നെ നമുക്ക് ഡേറ്റ്സും കുറച്ച് കശുവണ്ടിയും കൂടെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കുതിർത്ത് വെക്കുന്നത്. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 3 ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-8 കാഷ്യൂനട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂനട്ട് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. ഇത് രണ്ടും 1 കപ്പ് ചെറു ചൂട് പാലിലേക്ക് 1 മണിക്കൂർ നേരത്തെ കുതിർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആ 1 മണിക്കൂർ നേരം കൊണ്ട് പാല് നോർമൽ ടെമ്പറേച്ചറിലേക്ക് ആയിക്കോളും. അതുപോലെ തന്നെ ഡേറ്റ്സ് ഒക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്മൂത്തി കുറച്ചൊരു തണുപ്പോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ 1 കപ്പ് പാലിന് പകരമായിട്ട് 1/2 കപ്പ് പാലിലേക്ക് ഇത് കുതിർത്ത് വയ്ക്കുക. ബാക്കി 1/2 കപ്പ് പാല് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് ഉപയോഗിച്ചാലും മതി. അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ഓട്സ് ആണ്. അപ്പോൾ നമുക്ക് ഏത് ഓട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ക്യുക്ക് കുക്കിംഗ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഓട്സ് ഉണ്ട് ഇത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഈ ഓട്സ് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് ഇട്ടങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ആ ഓട്സ് ഒക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടുന്നത് പഴമാണ്. അപ്പം നമ്മുടെ നാട്ടിലെ റോബസ്റ്റ പഴമൊക്കെ പോലെ ഇവിടെ കിട്ടുന്ന ഫിലിപ്പിനി പഴം എന്ന് പറഞ്ഞ പഴമാണ്. അതുപോലത്തെ ഒരെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്മൂത്തിയുടെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഒരു മിക്സിയുടെയോ അല്ലെങ്കിൽ ബ്ലെൻഡറിൻ്റെയോ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ, ആ പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ പാലിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സും കശുവണ്ടിയും കൂടെയാണ്. ആ പാലോട് കൂടി തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് നന്നായിട്ട് തണുത്ത സ്മൂത്തിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കുറച്ച് പാലെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ആ പാല് ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഡേറ്റ്സും പഴവും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പം ഞാനിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ്, അതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ സ്വീറ്റ്നസ്സിന് വേണ്ടിയിട്ട് കുറച്ച് തേൻ ചേർത്ത് കൊടുക്കുന്നത്. തേനോ അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ പഞ്ചസാരയെക്കാളും ഹെൽത്തി തേൻ തന്നെയായിരിക്കും. ഇനി ഇത് നന്നായിട്ട് ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാത്ത പോലെ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കുക. ഞാനിപ്പോൾ അതെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഓട്സ് ബനാന ഡേറ്റ് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സ്മൂത്തിയാണിത്. അപ്പം മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.